ടോൾ നൽകിയാണ് നമ്മൾ ദേശീയപാതയിലൂടെ യാത്ര ചെയ്യുന്നത് അല്ലേ? എന്നാൽ പാലക്കാട് തൃശ്ശൂരും വരെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ എത്ര സ്ഥലത്താണ് അറ്റകുറ്റപ്പണികൾ നടക്കുന്നതെന്നറിയാമോ? ടോൾ പിരിക്കുമ്പോൾ NHAയും കരാർ കമ്പനിയും പറയുന്ന വാഗ്ദാനങ്ങൾ അത് പാലിക്കുന്നുണ്ടോ? യാത്രക്കാർക്ക് നൽകേണ്ട സൗകര്യങ്ങൾ ലഭിക്കുന്നുണ്ടോ? ഇതൊക്കെ നമുക്കൊന്ന് പരിശോധിക്കണ്ടേ? നോക്കാം. അടുപ്പിച്ച് ടോൾ കൊടുത്താണ് നമ്മൾ ഈ ദേശീയപാതയിലൂടെ സഞ്ചരിക്കുന്നത്. ഈ ദേശീയപാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ കുറെ വാഗ്ദാനങ്ങൾ നമുക്ക് കരാർ കമ്പനി നൽകുന്നുണ്ട്. അതെല്ലാം പാലിക്കുന്നുണ്ടോ? നോക്കാം. ഒരു 15 വർഷക്കാലം പണി നീണ്ടുപോയ ഒരു ദുരിതപാതയാണിത്. അത് കഴിഞ്ഞ് 2022 ഈ ടോൾ പ്ലാസ ഇവിടെ വരുന്നതും ടോള് ഏർപ്പെടുത്തുന്നതും. ആ ടോൾ ഏർപ്പെടുത്തുന്ന സമയത്ത് ജനങ്ങൾക്കും വാഹനങ്ങൾക്കും വാഹന ഉടമകൾക്കും ഒക്കെ നൽകേണ്ടുന്ന സൗകര്യങ്ങളുണ്ട്. അത് വഴിവിളക്കുകളാണ് ഒന്നാമത്തത്. വഴിവിളക്കുകൾ പൂർത്തീകരിച്ചിട്ടില്ല. രണ്ടാമത്തത് സർവീസ് റോഡുകളാണ്. സർവീസ് റോഡുകൾ ആവശ്യത്തിന് പൂർത്തീകരിച്ചിട്ടില്ല. അപര്യാപ്തതയുടെ ഒരു മാമാങ്കമാണ് ഇവിടെ നടക്കുന്നത് എന്ന് കുറെ കാലമായി ഞങ്ങൾ സമിതി പറയുന്നതാണ്. അതുപോലെ തന്നെ ബസ് ബേകൾ കൃത്യമായിട്ട് ഉണ്ടാക്കിയിട്ടില്ല. ഡ്രൈനേജ് സംവിധാനമില്ല. പാലക്കാട് നിന്ന് വടക്കഞ്ചേരി വരെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ തന്നെ ഏകദേശം 4-ലധികം സ്ഥലങ്ങളിൽ പണി നടക്കുന്നുണ്ട്. ഇങ്ങനെ ഈ പണി നടക്കുന്ന വഴിയിലൂടെ ദുരിതം അനുഭവിച്ച് വരാനാണ് നമ്മൾ ഈ കണ്ട ടോളൊക്കെ നൽകുന്നത്. അതും ഈ സ്ഥലങ്ങളിലൊക്കെ വലിയ വലിയ അപകടങ്ങൾ നടക്കുന്നുണ്ട്. സ്കൂളിലേക്ക് പോകാൻ വഴിയില്ല, ഒരു ഹോസ്പിറ്റലിലേക്ക് അറ്റാക്കായിട്ട് അവനെ എടുത്തിട്ട് പോകാൻ വഴിയില്ല. മിനിഞ്ഞാന്നാളന്ന് ഞങ്ങളൊരു ആൾക്ക് നെഞ്ചുവേനായിട്ട് കൊണ്ടുപോകാൻ വഴിയില്ലാണ്ട് ഞങ്ങൾ അതിലൂടെ കറങ്ങിയിട്ടാണ് കൊണ്ടുപോയത്. നമ്മൾ ആരുടെ അതൊക്കെ പറയാം, ആരുടെ കൊണ്ട് ഏത് രാഷ്ട്രീയക്കാർ വന്നാലും കാര്യമില്ല. പലപ്പോഴും ഈ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാത്തതും സർവീസ് റോഡിന് ആവശ്യത്തിന് വീതി ഇല്ലാത്തതും U-ടേൺ ഇല്ലാത്തതും ഒക്കെ തന്നെ അപകടങ്ങൾക്ക് കാരണമാകും. ഇവിടെ ഈ ചുവട്ടുപാടത്ത് മാത്രം 4 അപകട മരണങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഈ രാത്രികാലങ്ങളിൽ വണ്ടിയുടെ വെളിച്ചം മാത്രമാണ് നമുക്കിവിടെ കിട്ടാനുള്ളത്. ടെൻഡർ പ്രകാരം ഈ സ്ഥലത്ത് U-ടേൺ ഉണ്ടായിരുന്നതാണ്. U-ടേൺ അവർ ക്ലോസ് ചെയ്തു. അതിന് വേണ്ട സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിലും ഇവിടെ അതിനുള്ള സൗകര്യങ്ങൾ ഏർപ്പാട് ചെയ്തിട്ടില്ല. അതിന്റെ ഭാഗമായി തന്നെ ഈ വാർഡിലെ 2 പേരാണ് ഇവിടെ വെച്ച് ആക്സിഡന്റ് ആയിട്ട് മരണപ്പെട്ടത്. ഹൈവേയിലെ ഒരു പ്രധാന പ്രശ്നമാണ് സർവീസ് റോഡ്. ഈ കണ്ണന്നൂരിൽ നിന്ന് പാലക്കാട്ടേക്ക് പോകുമ്പോൾ ഇനി എവിടെയാണ് സർവീസ് റോഡ് ഉള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിപ്പോൾ കണ്ണന്നൂരാണ്. ഇവിടെ നമ്മൾ പാലക്കാട്ടേക്ക് പോവുകയാണ്. കണ്ണന്നൂരിൽ നിന്ന് ഏകദേശം 6 കിലോമീറ്റർ ഞങ്ങൾ സഞ്ചരിച്ചു. ഇതിനിടയിൽ മണപ്പള്ളിക്കാവാണ് പിന്നെ അടുത്ത സർവീസ് റോഡ് കണ്ടത്. ഇതിനിടയിൽ കാഴ്ചപ്പറമ്പ് ജംഗ്ഷൻ വന്നു, കണ്ണാടി സ്കൂൾ വന്നു, മെഡിക്കൽ കോളേജ് വന്നു. ഇവിടെ ഒന്നും സർവീസ് റോഡോ മറ്റ് സംവിധാനങ്ങളോ NHA ഒരുക്കിയിട്ടില്ല. ഈ നിർമ്മാണ കമ്പനി എവിടെയും സർവീസ് റോഡുകളുടെ പണികൾ പൂർത്തിയാക്കിയില്ല. ഫുട് ഓവർ ബ്രിഡ്ജിൻ്റെ പണികൾ പൂർത്തിയാക്കിയില്ല. തുടക്കം മുതൽ പറയുകയാണെങ്കിൽ 2012 പണി തുടങ്ങിയിട്ട് 367ഓളം ജീവനുകൾ പൊലിഞ്ഞിട്ടുണ്ട്. അവരുടെ കുടുംബങ്ങൾക്കൊന്നും നഷ്ടപരിഹാരം കൊടുത്തിട്ടില്ല. നിർമ്മാണ കമ്പനി പറഞ്ഞുള്ള കരാർ മുഴുവൻ ലംഘിച്ചുകൊണ്ടാണ് ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ചില സ്ഥലങ്ങളെങ്കിലും ഇതുപോലുള്ള ഫുട് ഓവർ ബ്രിഡ്ജുകൾ ഒരുക്കിയത് മാത്രമാണ് ആകെയുള്ളൊരു ആശ്വാസം. നമ്മൾ ഈ ദൂരം സഞ്ചരിക്കുമ്പോൾ പലതരത്തിലുള്ള ബ്ലോക്കുകൾ ഉണ്ടായി. പല സ്ഥലത്തും പണികൾ നടക്കുന്നുണ്ട്. പല സ്ഥലത്തും സർവീസ് റോഡില്ല, സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല. അങ്ങനെ പല പ്രശ്നങ്ങളുമുണ്ട്. ഇങ്ങനെ പ്രശ്നം സഹിച്ച് യാത്ര ചെയ്യാനാണോ 100 രൂപ ടോളായി നൽകുന്നത്? ഗോകുൽ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.